മുംബൈ ഇന്ത്യൻസിന്റെ സ്വന്തം വിഘ്നേഷ് പുത്തൂർ, മലയാളത്തിന്റെ അഭിമാനമായ വിഘ്നേഷ് പുത്തൂരാണ് ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ഹൗസിലേക്ക് വന്നിട്ടുള്ളത്. വിഘ്നേഷ് പുത്തൂർ, വെൽക്കം ടു ഇംഗ്ലീഷ് ഹൗസ്. ആദ്യത്തെ മാച്ചിൽ 3 വിക്കറ്റ് എടുത്തു. അതിനുശേഷം നമ്മുടെ ധോനി അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഞാൻ വീഡിയോ കണ്ട അതിൽ ഫുൾ BGM ആയിരുന്നു, പക്ഷെ എന്താ പറഞ്ഞത് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായിട്ടില്ല. ശരിക്കും എന്തായിരുന്നു ധോനി എന്തായിരുന്നു പറഞ്ഞത്? മഹിബായ് വന്നു, നന്നായി ബോൾ ചെയ്ത് പറഞ്ഞു തന്നെ. താങ്ക്സ് ഫോർ ഓഫ് കോഴ്സ്. ശേഷം എത്ര വയസ്സ് ചോദിച്ചു? 24 വയസ്സായി. അപ്പോൾ പറഞ്ഞു 19 വയസ്സൊന്നുള്ളൂ കണ്ടപ്പോ. അല്ല ശരിക്കും 24 ആയിട്ടുണ്ട്. അപ്പോൾ ചിരിച്ചിട്ട് നന്നായി കളിക്കുന്നുണ്ട്, കണ്ടിന്യൂ പോകണം എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നെ ധോനിയുമായിട്ട് ഗെയിമിൽ മീൻസ് നമ്മളെ ഹോം മാച്ചിൽ കുറെ സംസാരിച്ചു. ഓക്കെ. അതുപോലെ ഹാർദിക് പാണ്ഡ്യ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ്. ഏതൊരു ടീം മീറ്റിങ്ങിൻ്റെ ഇടയിൽ വന്നിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോളിൽ കയറുന്നു. അപ്പോൾ വിഘ്നേഷ് ഇങ്ങനെ ഭയങ്കര അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അത് ആരാ അറിയണ്ടായിരുന്നില്ല ആദ്യം. ആരെ നോക്കിയപ്പോൾ ഹാർദിക് ഭായ് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ തോളിൽ വന്ന് കഴിയുന്നത്. അതിന്റെ ചെറിയ അത്ഭുതമാണ് കാണുന്നത്. ആ വീഡിയോ ഭയങ്കര ക്യാമറ ഉണ്ടാവും വിചാരിച്ചില്ല. ഓക്കെ. നമ്മുടെ സൂര്യകുമാർ യാദവ് ക്യാപ്റ്റൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, ആ വീഡിയോ ഭയങ്കര വൈറലായി. ബ്രദർ നോ പ്രഷർ നോ പ്രഷർ എന്ന് പറയുന്നുണ്ട്. ശരിക്കും അതിൻ്റെ ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രത്യേകിച്ചൊന്നുമില്ല, ഫോട്ടോഷൂട്ടിന് പോയതായിരുന്നു. അപ്പോൾ എൻ്റെ ഷൂട്ട് ടൈം ഫസ്റ്റ്. ഓക്കെ. അപ്പോൾ ചേട്ടൻ വന്നു, സൂര്യഭായ് വന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ ആൾക്ക് വേണ്ടി മാർക്ക് കൊടുക്കാൻ നിൽക്കായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, നീ നിന്നു, എന്റെ കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്തോണ്ട് പറഞ്ഞു. അപ്പോഴാണ് ചേട്ടൻ വേണം നോ പ്രഷർ സ്റ്റേ ചെയ്തല്ലേ. ഓക്കെ. അപ്പോൾ സൂര്യകുമാറുമായിട്ട് ഭയങ്കര ബോണ്ടാ തോന്നുന്നു. തീർച്ചയായും നല്ല കംഫർട്ടിങ്, നന്നായി നല്ല ചേട്ടൻ പോലെ തന്നെ ആയിരുന്നു. ഓക്കെ. ഇഷ്ടപ്പെട്ടൊരു വിദേശ താരം? ഓക്കെ, ബാറ്റ്സ്മാൻ ബോളർ അങ്ങനെ രണ്ടും. ഓക്കെ. എനിക്ക് ജോ റൂട്ട് ഭയങ്കര ഇഷ്ടമാണ് ബാറ്റിംഗ്. ഓക്കെ. പിന്നെ സ്പിന്നേഴ്സിൽ നാഥൻ ലയൺ. ഓക്കെ. അവരോട് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല, രണ്ടുപേരും കാണാൻ പറ്റിയില്ല. ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രീം വിക്കറ്റ് പറയാണ്ട് കിട്ടിയതിലും ഇനി കിട്ടാൻ പോകുന്നതിലും? ഓക്കെ, കിട്ടിയതിൽ ഗെയ്ക്വാഡ് ഫസ്റ്റ്. ഓക്കെ. പിന്നെ കിട്ടാൻ ആഗ്രഹം കോഹ്ലിയുടെയാണ്. അപ്പോൾ ഏതൊരു താരത്തിൻ്റെയും ആഗ്രഹമാണ് നാഷണൽ ടീമിൽ എത്തുക എന്നുള്ളത്. അപ്പോൾ വിഘ്നേഷിനും എത്രയും പെട്ടെന്ന് നാഷണൽ ടീമിൽ എത്താൻ കഴിയട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട്. താങ്ക്സ് സോ മച്ച്. അപ്പോൾ അതിനുശേഷം ഇംഗ്ലീഷ് ഹൗസിലേക്ക് ഒന്നുകൂടി വരേണ്ടി വരും. തീർച്ചയായും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ് സോ മച്ച്.